ഓക്കെ അല്ലേ? നമുക്ക് ഈ കാഞ്ചിക്കോട്ടൻ സാരി വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും ട്രെൻഡിങ് ആണ് അനാർക്കലി. നമുക്ക് അടിപൊളി അനാർക്കലി സെറ്റ് ചെയ്താലോ? അങ്ങനെ കല്യാണങ്ങൾക്ക് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ അനാർക്കലി സെറ്റ് ചെയ്യാം. കല്ലി ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഫ്ലയർ ആയിട്ടുള്ള ഒരു അനാർക്കലി മാക്സിമം ഈ സാരിയിൽ കിട്ടുന്ന ഫ്ലയറിൽ നമുക്ക് ചെയ്യാം. എൻ്റെ വീഡിയോസ് മൊത്തം കണ്ടു നോക്കിയാലോ? സ്റ്റിച്ചിങ്, കട്ടിങ്, ഫുൾ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സാരി തന്നെ ആദ്യം നല്ല രീതിയിൽ ഇങ്ങനെ നിവർത്തിയിട്ട് ഇവിടെ ആ 2 ബോർഡേഴ്സാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്. ആ 2 കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സാരി ലെവലിൽ തന്നെ വെക്കണം. ഇതുപോലെ നല്ല ഫ്ലാറ്റാക്കി എടുത്തിട്ട് കറക്റ്റായിട്ട് ലെവലിൽ തന്നെ സാരി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഒരേ രീതിയിൽ. ആ മെറൂൺ ബോർഡർ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആ മെറൂൺ ബോർഡർ കഴിഞ്ഞിട്ട് ലൈനിലൊക്കെ അടിക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ഫാബ്രിക്കിൻ്റെ ഇത് നമ്മൾ മുറിച്ചെടുക്കണം. ആ ഒരു ഭാഗം മീൻസ് പ്ലെയിൻ ആയിട്ടുള്ള ഭാഗവും ബോർഡറും സെപ്പറേഷൻ ചെയ്തിട്ട് മുറിച്ചെടുക്കാം. അത് നമുക്ക് ദുപ്പട്ടയിൽ അതിൻ്റെ നെക്ക് ലൈനിൽ അതുപോലെ തന്നെ അടിയിൽ ഹെം ലൈനിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡർ മുറിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കട്ട് ചെയ്യുന്ന ഷേപ്പിൽ കറക്റ്റായിട്ട് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഈ എന്താ പറയുക നോർമലായിട്ടുള്ള ലൈൻ പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം വേണം ഇതിന് കല്ലിയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പാനൽ കട്ട് പോലെ നമ്മളൊരു 6 പാനൽ പ്ലസ് 2 സൈഡ് പാനൽ കൂടിയിട്ട് ഒരു 8 പാനലിൻ്റെ കല്ലിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതൊരു പേപ്പറിലേക്ക് ഡ്രോ ചെയ്ത് ഇതുപോലെ നമ്മൾ ആ ഫ്രണ്ട് ബോഡി എടുത്തിട്ട് അതിന് ശേഷം അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. 1 ഇഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് വെച്ചിട്ട് പാറ്റേൺസ് സെറ്റ് ചെയ്യണം. അതിൻ്റെ ആ പാറ്റേൺസ് എടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഏകദേശം ആ സ്കെയിലിൻ്റെ അളവിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റാക്കിയിട്ട് അതുപോലെ പാനൽ പോലെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈക്വലായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം ഈവനായിട്ട്. എന്നാലും പിന്നെ നമ്മളൊരു ഹിപ്പിൻ്റെ അവിടം വരെ കുറച്ച് ഹിപ്പിൻ്റെ അല്ല വേസ്റ്റ് കഴിയുന്ന ഭാഗം വരെയും സ്ട്രെയിറ്റ് ലൈനായിട്ട് വരാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിനൊക്കെ വരുമ്പോൾ നല്ല ഫിറ്റിങ്ങിലും ഷേപ്പിലും കിടക്കുള്ളൂ. ചില ആൾക്കാർ ചെയ്യുമ്പോൾ ബസ് ലൈൻ തൊട്ട് തന്നെ ലൂസായിട്ടുള്ള ഒരു പാനൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. നമ്മൾ അനാർക്കലി ഉപയോഗിക്കുമ്പോൾ അതെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തടി കുറവും തോന്നിക്കാനാണ് നമുക്ക് അനാർക്കലി സെറ്റ് ചെയ്യണത്. അത് ഫുള്ളായിട്ടുള്ള മുകളിൽ നിന്ന് തന്നെയുള്ള അനാർക്കലിയാണ് ചെയ്യുന്നത്. ഹാഫ് പോർഷനല്ല, ഫുള്ളായിട്ട് മേലെ നമ്മുടെ ഷോൾഡർ ലൈൻ തൊട്ട് താഴെ വരെ ഒറ്റ പാനൽ അങ്ങനെയായിട്ടൊരു ഫുൾ പാനലിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ചേണ്ടതാണ്. പാനൽ കട്ടിങ് ചെയ്യുമ്പോൾ ഓരോരുത്തരും മെഷർമെൻറ്റ് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ അറിയണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പാനൽ കട്ട് ചെയ്യേണ്ട പാറ്റേൺ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് ഇടാന്ന് വെച്ചാൽ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പേപ്പർ പാറ്റേണിൽ ആദ്യം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തൊന്നും ഇങ്ങനെ പേപ്പർ പാറ്റേൺസ് ഒന്നും എടുക്കാറില്ല. നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, നമ്മൾ ഇത്ര വർഷമായിട്ട് ചെയ്തു തന്നെ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷോൾഡർ തൊട്ട് ഒരു 17 ഇഞ്ച് വരെയും സ്ട്രെയിറ്റ് ലൈനിന് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അടിയിൽ ഫ്ലയർ നന്നായിട്ട് ഫ്ലയർ ഫീൽ ചെയ്യും. നിങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം അറ്റാച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ അതിൻ്റെ ഉള്ളിൽ ജോയിൻറ്റിൽ വരാത്ത രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ. ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഷോൾഡറിന് താഴെ നിന്ന് മാത്രം കൊടുക്കും. അപ്പോൾ പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഷോൾഡറിൽ ഒരു 1 ഇഞ്ച് ഒരു കല്ലിൽ പാനൽ വന്നിട്ട് പിന്നെ സൈഡ് പാനലായിട്ട് അങ്ങനെ പോകണം. അപ്പോൾ സൈഡ് കറക്റ്റ് പെർഫെക്ഷനിൽ ഷേപ്പും ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ സൈഡ് പാനൽ ചെറുതാക്കും തോറും അതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കുറയും. ആ സൈഡിൻ്റെ ഭാഗം കുറയുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനൊക്കെ അവിടെ നിന്ന് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാൻ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സൈഡ് പാനലിൻ്റെ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ കറക്റ്റ് ഷേപ്പും മാർക്കും കൊടുത്തില്ലെങ്കിൽ നമ്മൾ പാനലിടുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല, ഒതുങ്ങി നിൽക്കില്ല, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. ബോഡി ഷേപ്പ് കറക്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാനൽ കട്ട് ചെയ്യുന്നത്.
നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു ബ്ലൂ കളർ ഫാബ്രിക്കിലേക്ക് പാനൽ വെച്ച് കട്ട് ചെയ്ത് വരച്ച് പാറ്റേൺ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഡ്രോ ചെയ്ത് പേപ്പർ പാറ്റേണിൻ്റെ കൂടെ അതിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അതെടുത്തിട്ട് ഇത് സെറ്റ് ചെയ്തു. അതിന് ശേഷം ആ പാനൽ സെപ്പറേറ്റ് വേറൊരു ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കും. അത് വെച്ച് വരച്ചിട്ടാണ് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്കുള്ള പാനലൊക്കെ സെറ്റ് ചെയ്യണത്. കണ്ട മെയിൻ ക്ലോത്ത് ഇങ്ങനെ സൈഡ് പാനൽ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ വീതിയിൽ ചെയ്യണം. 2 സൈഡും വീതിച്ചിട്ട് ഫ്രണ്ട് പാനൽ മാത്രം 1 ഇഞ്ച് ഗ്യാപ്പിലുള്ള പാനൽ സെറ്റ് ചെയ്യണം കേട്ടോ. അന്നേരമാണ് കുറച്ച് നല്ല രസമായിട്ട് വരിക. പിന്നെ നമ്മൾ ഓരോരുത്തരും മെഷർമെൻ്റ് അനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനുണ്ടാവും. അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ സൈഡ് പാനൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജോയിൻ ചെയ്ത് എല്ലാ പാറ്റേൺസും കറക്റ്റ് ലെവലാക്കി സെറ്റ് ചെയ്ത് ഫുൾ ഫിനിഷ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പാനലായിട്ട്. ഓരോ പാനൽ ചെയ്യുമ്പോൾ ലോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ലോക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, എങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാം. പിന്നെ ഓരോന്നും സെപ്പറേറ്റ് ഇസ്തിരി ചെയ്ത് അയൺ ചെയ്തെടുത്ത് നല്ല ഭംഗിയായിട്ട് വേണം ചെയ്യാൻ. ബോർഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് അനാർക്കലി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അനാർക്കലി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ സ്റ്റിച്ചിങ്ങിനെ പറ്റി അറിവുള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അനാർക്കലി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല, അങ്ങനെ ചെയ്യാൻ അറിയില്ല, ഓർഡർ കിട്ടുന്നില്ല, അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.